നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭയുടെയും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ കേരളോത്സവം 2024 ഡിസംബർ 21, 22, 23 തീയതികളിൽ തൊടുപുഴ വെങ്ങല്ലൂർ സോക്കർ സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്രിസ്മസിനെ വരവേൽക്കാൻ ഭീമൻ സ്റ്റാർ ഒരുക്കി മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. കോളേജിലെ 3000 വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മുഴുവൻ ജീവനക്കാരുടെയും ഫോട്ടോ പതിപ്പിച്ചതിലൂടെയാണ് സ്റ്റാർ ശ്രദ്ധേയമാകുന്നത്. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട AN ദിലീപ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ വെച്ച് ബോധവൽക്കരണ ശില്പശാല നടത്തി. തൊടുപുഴ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭയുടെയും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ കേരളോത്സവം 2024 ഡിസംബർ 21, 22, 23 തീയതികളിൽ തൊടുപുഴ വെങ്ങല്ലൂർ സോക്കർ സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിക്കും. കേരളോത്സവത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര 19 തീയതി നടക്കും. തൊടുപുഴ നഗരസഭയുടെ ഈ വർഷത്തെ കേരളോത്സവത്തോടനുബന്ധിച്ച് കലാകായിക മത്സരങ്ങൾ ഡിസംബർ 21, 22, 23 തീയതികളിൽ തൊടുപുഴ വെങ്ങല്ലൂർ സോക്കർ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 21 രാവിലെ 9 നടക്കുന്ന പൊതുയോഗം മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം ചെയ്യും. കേരളോത്സവത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര 19 തീയതി നടക്കും. 2024 നവംബർ 1 15 തികഞ്ഞവരും 40 വയസ്സ് കവിയാത്തവരുമായ നഗരസഭയിലെ യുവജനങ്ങൾക്കാണ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുക. 23 വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനവും മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു നിർവഹിക്കും. ഡിസംബർ 21, 22, 23 തീയതികളിലായി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് കേരളോത്സവവുമായി ബന്ധപ്പെട്ടുള്ള കലാ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഈ മത്സരങ്ങളിൽ ജയിക്കുന്നവരെ ഇടുക്കി ജില്ലാതല മത്സരത്തിലേക്കും ഇടുക്കി ജില്ലാതലത്തിൽ നിന്ന് ജയിക്കുന്നവർക്ക് സംസ്ഥാന തലത്തിലേക്കും ഉള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവകാശവും സാധ്യതകളുമുണ്ട്. 19 തീയതി 11 മണിയോടെ തൊടുപുഴ നഗരസഭയിൽ ഒരു വിളംബര ജാഥ സംഘടിപ്പിക്കുന്നതാണ്. 21 തീയതി സോക്കർ സ്കൂൾ വെങ്ങല്ലൂർ ഗ്രൗണ്ടിൽ വെച്ചാണ് കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം ബഹുമാനിയായ ചെയർപേഴ്സൺ നിർവഹിക്കുന്നത്. 23 തീയതി മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനും ബാക്കി എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും കൗൺസിലർമാരും എല്ലാം പങ്കെടുത്തുകൊണ്ട് വിജയികളെ അനുമോദിക്കുകയും അവർക്ക് ട്രോഫികളും സമ്മാനങ്ങളും എല്ലാം കൊടുക്കുന്ന പരിപാടികളും ഉണ്ടായിരിക്കും. തൊടുപുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി, PG രാജശേഖരൻ, PS ദേവസേനൻ, സഹൽ സുബൈർ, സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ക്രിസ്മസിനെ വരവേൽക്കാൻ ഭീമൻ സ്റ്റാർ ഒരുക്കി മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. കോളേജിലെ 3000 വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മുഴുവൻ ജീവനക്കാരുടെയും ഫോട്ടോ പതിപ്പിച്ചതിലൂടെയാണ് സ്റ്റാർ ശ്രദ്ധേയമാകുന്നത്. 55 അടി നീളവും 30 അടി വീതിയുമുള്ള സ്റ്റാർ കോളേജിന്റെ മെയിൻ ബ്ലോക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മല കോളേജിലെ ക്രിസ്മസ് കാഴ്ചകളിലേക്ക്. ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഭീമൻ സ്റ്റാർ ഒരുക്കി മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. 55 അടി നീളവും 30 അടി വീതിയുമുള്ള സ്റ്റാറാണ് കോളേജിന്റെ മെയിൻ ബ്ലോക്കിൽ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റാറിൽ കോളേജിലെ 3000 വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കോളേജിലെ മുഴുവൻ ജീവനക്കാരുടെയും ഫോട്ടോ പതിപ്പിച്ചതിലൂടെയാണ് സ്റ്റാർ ശ്രദ്ധേയമാകുന്നത്. ഗ്രീൻ ക്യാമ്പസ് പദവി ലഭിച്ച കോളേജ് ആയതിനാൽ പൂർണ്ണമായും പ്ലാസ്റ്റിക് ഒഴിവാക്കിയാണ് സ്റ്റാറിന്റെ നിർമ്മാണം. ഏകദേശം 1 മാസം സമയമെടുത്താണ് സ്റ്റാറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നിർമ്മല സൂപ്പറാണ്, വിദ്യാർത്ഥികളെ സ്റ്റാർ ആക്കും എന്നതാണ് സ്റ്റാറിലൂടെ നൽകുന്ന ആശയം. നിർമ്മലയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ വലിയൊരു നക്ഷത്രം നിർമ്മിക്കുന്നത്. കോതമംഗലം രൂപതാ വികാരി ജനറലും കോളേജ് മാനേജറുമായ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ സ്റ്റാറിന്റെ ഔദ്യോഗിക ലോഞ്ചിംഗ് നിർവഹിച്ചു. നിർമ്മല കോളേജ് ഓട്ടോണമസ് ആയതിനു ശേഷം വിവിധ കർമ്മ പരിപാടികളും കലാപരിപാടികളും അക്കാഡമിക് മികവിനോടൊപ്പം ഇവിടെ സജ്ജമാക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ 3000 കുട്ടികളുടെ പടവും 55 അടി ഉയരവും 30 അടി വീതിയുമുള്ള ഈ മെഗാ സ്റ്റാർ.
ഈ സ്റ്റാർ എന്നുള്ളത് ക്രൈസ്തവ കാഴ്ചപ്പാടിൽ രക്ഷകനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആകാശത്ത് ഉദിച്ച ഒരടയാളമാണ്. അപ്പോൾ ഈശോയെ കാണാൻ ബെത്ലഹേമിലേക്ക് രാജാക്കന്മാർ അങ്ങനെയാണ് എത്തിയത് എന്നാണ് ബൈബിൾ പറയുക. ഇവിടെ നിർമ്മലയിലെ സ്റ്റാർ ഉയരുന്നത് കുഞ്ഞുങ്ങൾ ഈ സ്റ്റാറുകളായി മാറാൻ വേണ്ടിയിട്ടാണ്. 3000 കുട്ടികളുടെ പടവും ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ കോളേജിൻ്റെ ബഹുസ്വരതയും അതോടൊപ്പം തന്നെ ഐക്യവും ഏകതയും കൂടി സൂചിപ്പിക്കുന്നതാണ് ഈ സ്റ്റാർ. എല്ലാ കുഞ്ഞുങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ അത് സ്റ്റാറായി മാറുന്നു, തിളക്കത്തോടു കൂടി മിന്നുന്നു, അത് ആകാശത്ത് ഉയർന്നു തന്നെ പ്രക്ഷോഭിക്കുന്നു എന്നുള്ളതാണ് ഈ സ്റ്റാർ അടയാളപ്പെടുത്തുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു ആവേശമാണ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഈ സ്റ്റാർ ഉയർത്തിൽ പങ്കെടുത്തത്. കാരണം സ്റ്റാർ എല്ലാവർക്കും പ്രത്യാശയുടെ അടയാളമാണ്. നേതൃത്വം കൊടുത്ത പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ കണ്ണാടനച്ചനും അതോടൊപ്പം വൈസ് പ്രിൻസിപ്പളായി ജിജി സാറും സോണി സാറും എമാനു സാറുമാണ്. ഒപ്പം ബർസാർ കളത്തൂരച്ചനുണ്ട്, ജില്ലിൻസ് കളത്തൂരച്ചനുണ്ട്. ഈ ആശയം മുന്നോട്ട് ഇതിനെല്ലാം സാധ്യമാക്കിയെടുത്തത് ഏബലുണ്ട്. ഇവിടെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടി ചേർന്ന് ഒരു പങ്കാളിത്തത്തിൻ്റെ ആഘോഷം കൂടിയാണ് ഇന്നിവിടെ നടന്നത്. എല്ലാവരും കൂടിച്ചേരുമ്പോൾ സ്റ്റാറുകൾ ഉണ്ടാകുമെന്നും അത് തിളങ്ങുന്ന വെളിച്ചത്തോടു കൂടി കത്തിജ്വലിക്കുന്നുള്ള ഒരു സൂചനയാണ് ഈ ആഘോഷം നൽകണമെന്നും കൂടി പറയാൻ ആശിക്കുകയാണ്. നിർമ്മല കോളേജ് ഓട്ടോണമസ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആഘോഷം വളരെ ഗംഭീരമായിട്ട് ഇന്ന് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ മുഴുവൻ ചിത്രങ്ങളും ഉൾച്ചേർന്ന ഒരു മെഗാ സ്റ്റാർ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. ഇത് നിർമ്മല യഥാർത്ഥത്തിൽ നിർമ്മല സൂപ്പറാണ്. നിർമ്മല ഓരോ വിദ്യാർത്ഥികളും സ്റ്റാറുകളാണ്. ഇവിടെ വരുന്ന വിദ്യാർത്ഥികളെല്ലാം സ്റ്റാറുകളാക്കി മാറ്റുക എന്നതാണ് ഈ സ്ഥാപനം 72 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന വിദ്യാർത്ഥികളെ നാടിന് പ്രകാശമാകുന്ന, മറ്റുള്ളവർക്ക് മാർഗ്ഗദീപമാക്കുന്ന വ്യക്തികളാക്കി തീർക്കുന്നു. അവരെ സ്റ്റാറുകളാക്കി തീർക്കുന്ന ഈ നിർമ്മലയിലെ എല്ലാ അധ്യാപകരെയും ഇതിനോട് സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ്, കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ, വൈസ് പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ ഇമ്മാനുവൽ എ.ജെ, ഡോക്ടർ സോണി കുര്യാക്കോസ്, ഡോക്ടർ ജിജി കെ ജോസഫ്, ഡിന്ന ജോൺസൺ എന്നിവർ സ്റ്റാറിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ ദിലീപ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളിൽ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി പന്നൂർ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എൻ ദിലീപ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട എൻ ദിലീപ് കുമാർ എന്ന നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും
നമ്മുടെ പന്നൂർ വാർഡിലും തെരഞ്ഞെടുക്കപ്പെട്ട ദിലീപ് കുമാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ ഞങ്ങളെ ഭരണസമിതിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പിള്ളിൽ, ചടങ്ങിൽ മെമ്പർമാരായ ബൈജു വറവങ്കൽ, ആൻസി സിറിയക്, ബിബിൻ അഗസ്റ്റിൻ, ടെസി വിൽസൺ, ഷേർലി സെബാസ്റ്റ്യൻ, സോണിയ ജോബിൻ, സന്തോഷ് കുമാർ, സെക്രട്ടറി VA അഗസ്റ്റിൻ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് കുന്നപ്പിള്ളിൽ, രാഷ്ട്രീയ നേതാക്കളായ ജോൺ നെടിയപാല, പോൾ കുഴിപ്പിള്ളിൽ, ബേബി തോമസ് എന്നിവർ ആശംസകൾ നേർന്നു. നമ്മൾ ഏത് കക്ഷിയിലോ എവിടെ പ്രവർത്തിക്കുന്നവരായാലും ഇവിടുത്തെ കാര്യങ്ങളിൽ നാളിതുവരെ ഇവിടെ പ്രവർത്തിക്കുന്ന രംഗത്ത് എല്ലാ കാര്യങ്ങളിലും ഒരു ഒരുമയും സെരുമയോടു കൂടിയാണ്. UDF ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, ഏതും സ്വതന്ത്ര ഭാഗത്ത് നിൽക്കുന്നവരായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അങ്ങനെയാണ് ഇവിടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ഒരു വീഴ്ചയും ഒരു കുറവുകളും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ആ വേദിയിലേക്കാണ് ദിലീപോടെ കടന്നു വരിക. ഏതായാലും നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ദിലീപിന് എല്ലാ ഭാവങ്ങളും എല്ലാ ദൈവാനുഗ്രഹവും തുടർന്നുള്ള പ്രവർത്തനവും നല്ല ഭാവിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും വീണ്ടും നേർന്നുകൊണ്ട് എപ്പോഴും ഒരു സൗമ്യനായിട്ട് എല്ലാ രീതിയിലും ആരോടും ഒരു വെറുപ്പോ വിദ്വേഷവും ഇല്ലാതെ നല്ലൊരു മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു വർഷക്കാലം ഇനി നമ്മുടെ കൂടെ ഒരു അംഗമായിട്ട്, കുടുംബാംഗമായിട്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ ദൈവാനുഗ്രഹവും പ്രാർത്ഥനയും ആശംസയോട് നിർത്തുന്നു. 5 വർഷക്കാലം നമ്മുടെ പന്നൂർ വാർഡിനെ എങ്ങനെ നോക്കിയോ അതുപോലെ തന്നെ നോക്കും. നമ്മുടെ കൂടെ നമ്മൾക്ക് പന്നൂർ ജനാധിപത്യ വിശ്വാസികളെ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കും. അത് ദിലീപിന് മാത്രമേ സാധിക്കൂ എന്ന ഒറ്റ വിശ്വാസത്തിൽ എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അത് നമ്മുടെ ഈ പന്നൂർ വാർഡിൽ നിന്ന് ജയിച്ചു വന്ന ഒരു വർഷം, ഏതാണ്ട് ഒരു വർഷം കഷ്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ, അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു വിജയം അതിൻ്റെ ഒരു മുന്നോടി ആകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ദിലീപിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദിലീപിന് വിവിധ നേതാക്കന്മാരുമായിട്ട് വേണ്ട രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെല്ലാം ആ വാർഡിൻ്റെയും പഞ്ചായത്തിൻ്റെയും വികസനത്തിന് ഒരുപാട് രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ ദിലീപിന് കഴിയും. കഴിഞ്ഞ 2010 മുതൽ 15 വർഷക്കാലം ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ്. അപ്പോൾ ആ ഒരു പ്രവർത്തന പരിചയവും ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങളിൽ ദിലീപിന് അനുഗ്രഹമായി മാറും. അങ്ങനെ ദിലീപിൻ്റെ പ്രവർത്തനങ്ങൾ പന്നൂർ വാർഡിനും കരുവണ്ണ ഗ്രാമപഞ്ചായത്തിനും ഒരു അനുഗ്രഹമായി മാറ്റാൻ ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ദിലീപ് കുമാർ ഒരിക്കൽ കൂടി പഞ്ചായത്ത് മുമ്പായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു. എല്ലാവിധ വിജയത്തിന് എല്ലാവിധ സന്തോഷവും രേഖപ്പെടുത്തിവിടെ നിർത്തുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നമ്മൾക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നു. ദിലീപ് കുമാറിന് എൻ്റെ എല്ലാവിധ ആശംസകളും നമസ്കാരം. ആ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കും. മറ്റ് ഒരു വിഭാഗീയ ചിന്താഗതികൾക്കും അതീതമായി സാധാരണക്കാരൻ്റെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. പഞ്ചായത്തിൽ ഞാനും നഴ്സറി കമ്മിറ്റിയുടെ മെമ്പർമാരായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും തന്നെ ലിയോയാണ്. എല്ലാ മുഖങ്ങളും ഇവിടെ പരിചയമുള്ള മുഖങ്ങളാണ്, സാർ ഉൾപ്പെടെ. അപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും 10 മാസം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ഇടുക്കി ചെമ്പകപ്പാറയിൽ പട്രോളിംഗിനിടെ സംശയകരമായി കണ്ടവരെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേറ്റു. മുരിക്കാശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ KM സന്തോഷ് കുമാർ ഉൾപ്പെടെ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ കൊന്നത്തടി വില്ലേജിൽ താമസക്കാരായ 3 പേരെ മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി മുരിക്കാശ്ശേരി സ്റ്റേഷൻ പരിധിയിൽ ചെമ്പകപ്പാറയിലാണ് സംഭവം. പതിവ് പട്രോളിംഗിനെത്തിയ മുരിക്കാശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ KM സന്തോഷ് കുമാറും സംഘവും ചെമ്പകപ്പാറയ്ക്ക് സമീപത്തെ വെയിറ്റിംഗ് ഷെഡിൽ സംശയാസ്പദമായി കണ്ട 3 പേരോട് വിവരങ്ങൾ ചോദിക്കുന്നതിനിടെ ഇവർ പോലീസിനോട് തട്ടിക്കയറുകയും പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ പോലീസിനെ ആക്രമിക്കുകയും CI KM സന്തോഷ് കുമാറിന്റെ യൂണിഫോം വലിച്ചു കീറുകയും ചെയ്തതായാണ് വിവരം. ഇവരുടെ ആക്രമണത്തിൽ SI മധുസൂദനൻ, SCPO രതീഷ്,
CPO എൽദോസ് എന്നിവർക്കും പരിക്കേറ്റു. ഇവർ മുരിക്കാശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ആക്രമണം നടത്തിയ കൊന്നത്തടി പെരിഞ്ചാൻകുട്ടി സ്വദേശികളായ പുത്തൻപുരയ്ക്കൽ സുമേഷ്, സഹോദരൻ സുനീഷ്, പള്ളിപ്പറമ്പിൽ ജിജോ എന്നിവരെ കീഴ്പ്പെടുത്തി സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി. കരിവണൽ സർക്കിൾ ഇൻസ്പെക്ടർ സുരേഷ് കുമാറിനാണ് സ്റ്റേഷൻ ചുമതല. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നൂറുകണക്കിന് തൊഴിലാളികളുടെ കണ്ണീര് വീഴ്ത്തി പീരുമേട് ടീ കമ്പനി അടച്ചുപൂട്ടിയിട്ട് ഇന്ന് 24 വർഷം. ഫാക്ടറികൾ പൊളിച്ചു തുടങ്ങിയതോടെ തോട്ടം തുറന്ന് പ്രവർത്തിക്കുമെന്ന തൊഴിലാളികളുടെ പ്രതീക്ഷകളും അസ്തമിച്ചു. ഇനി എന്തെന്ന ചോദ്യവുമായി തൊഴിലാളികൾ. 2000 ഡിസംബർ 13-നാണ് പ്രതിസന്ധികളെ തുടർന്ന് പീരുമേട് ടീ കമ്പനി ഉടമ ഉപേക്ഷിച്ച് മടങ്ങിയത്. 24 വർഷം പൂർത്തിയാവുമ്പോൾ തൊഴിലാളികളുടെ കൺമുമ്പിൽ ഫാക്ടറികൾ പൊളിക്കുന്നത് മറ്റൊരു വേദനയാവുകയാണ്. തോട്ടം പ്രതിസന്ധിയെ തുടർന്ന് ആദ്യം പൂട്ടിയ തോട്ടമാണ് പീരുമേട് ടീ കമ്പനി. 24 വർഷം പൂർത്തിയാവുമ്പോൾ ലോണ്ടറി, ചീന്തലാർ ഫാക്ടറികൾ കോടതി ഉത്തരവ് വാങ്ങി പൊളിക്കാൻ തുടങ്ങിയിരിക്കുന്നത് തൊഴിലാളികളുടെ നെഞ്ചിൽ ഇടുത്തിയായി മാറി. ലോണ്ടറി, ചീന്തലാർ എന്നീ തോട്ടങ്ങളിൽ പണിയെടുത്തിരുന്ന നൂറുകണക്കിന് തൊഴിലാളികളുടെ പ്രതീക്ഷകളാണ് ഇതോടെ അസ്തമിക്കുന്നത്. പൂട്ടിയ തോട്ടങ്ങൾ തുറക്കുന്ന കാര്യത്തിൽ സർക്കാർ പലതവണ ചർച്ചകൾ നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്ത ശേഷം തോട്ടങ്ങൾ തുറന്നാൽ മതിയെന്ന നിലപാടാണ് ട്രേഡ് യൂണിയനുകൾ കൈക്കൊണ്ടത്. എന്നാൽ അത് അംഗീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ല. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2014 പാട്ടവ്യവസ്ഥ പ്രകാരം തോട്ടം തുറന്നുവെങ്കിലും അധികം ആയുസ്സുണ്ടായില്ല. തൊഴിലാളികൾക്ക് കൂലിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകാനാവാതെ വന്നതോടെ 1.5 വർഷത്തിന് ശേഷം പാട്ടക്കാരൻ തോട്ടം ഉപേക്ഷിച്ചു. ഇതിനുശേഷവും പലതവണ ചർച്ചകൾ നടന്നു. തോട്ടം തുറക്കുവാൻ ഈ ചർച്ചകൾക്കുമായില്ല. 2018 നടന്ന ചർച്ചയിൽ തോട്ടം തുറക്കാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. കഴിഞ്ഞ ജൂണിൽ പീരുമേട് ടീ കമ്പനിയുടെ ലോണ്ടറി, ചീന്തലാർ ഫാക്ടറികൾ പൊളിച്ചു വിൽക്കാൻ ഉടമ കരാർ ഉറപ്പിച്ചെങ്കിലും ട്രേഡ് യൂണിയനുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ ഉടമ കോടതിയെ സമീപിച്ചു. തൊഴിലാളികൾക്ക് നൽകുവാനുള്ള ആനുകൂല്യങ്ങൾ നൽകിയെങ്കിൽ മാത്രമേ ഫാക്ടറി പൊളിക്കാൻ അനുവദിക്കാവൂ എന്ന നിലപാടാണ് യൂണിയനുകൾ എടുത്തത്. അതിന് അനുകൂലമായ നിലപാട് ഉടമയെടുത്തതോടെ ഫാക്ടറി പൊളിക്കാൻ കോടതി അനുമതി നൽകി. ഇതേ തുടർന്നാണ് ഫാക്ടറിക്ക് ചുറ്റുമുള്ള കാട് വെട്ടിത്തെളിച്ച് ഇത് പൊളിച്ചു നീക്കാൻ തിരുവനന്തപുരം കേന്ദ്രമായ കമ്പനി നടപടി ആരംഭിച്ചിരിക്കുന്നത്. ഉടമ കമ്പനി ഉപേക്ഷിക്കുമ്പോൾ 1300 സ്ഥിരം തൊഴിലാളികളും അത്രയും താൽക്കാലിക തൊഴിലാളികളുമാണ് തോട്ടത്തിൽ ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് 3 വർഷത്തെ ബോണസ്, 8 മാസത്തെ ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ തൊഴിലാളികൾക്ക് ലഭിക്കാൻ ഉണ്ടായിരുന്ന ആനുകൂല്യത്തിനായി സമരം ചെയ്തപ്പോൾ ഉടമ തോട്ടം ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. അന്നുണ്ടായിരുന്ന തൊഴിലാളികളിൽ ഭൂരിഭാഗത്തിനും ഇപ്പോൾ പെൻഷൻ പ്രായം കഴിയുകയും പലരും മരിക്കുകയും ചെയ്തു. നിലവിൽ ഉള്ള തൊഴിലാളികൾ ദുരിതത്തിലുമാണ്. കൊളുന്തെടുത്ത് കിട്ടുന്ന തുകയും സ്വകാര്യ ഏലത്തോട്ടങ്ങളിൽ പണിയെടുത്ത് ലഭിക്കുന്ന തുക കൊണ്ടുമാണ് തൊഴിലാളികൾ പട്ടിണി അകറ്റുന്നത്. നാഥനില്ലാതെ കിടന്ന ഫാക്ടറിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് ഉണ്ടായിരുന്നത്. യാതൊരു സംരക്ഷണവും ഇല്ലാതെ കിടന്ന ഫാക്ടറികളിലെ യന്ത്രങ്ങളിൽ ഒട്ടേറെ ഉപകരണങ്ങൾ മോഷണവും പോയി. അവശേഷിക്കുന്നവ തുരുമ്പ് പിടിച്ച് നശിച്ചു. അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ട് വർഷങ്ങളായതിനെ തുടർന്ന് പൊട്ടിപ്പൊളിഞ്ഞ ലയങ്ങളിലാണ് തൊഴിലാളികൾ ഇപ്പോഴും കഴിയുന്നത്. ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിൽ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെയാണ് തൊഴിലാളികളുടെ ജീവിതം. തോട്ടം ഇനിയും തുറക്കില്ലെന്ന് ഉറപ്പായതോടെ ഇനിയെന്ത് എന്ന ചോദ്യമാണ് തൊഴിലാളികൾക്ക് മുന്നിൽ. കുമളി മല ചുരത്തിൽ മരം വീണു. കാളിയമ്മൻ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള വളവിലാണ് ദേശീയപാതയ്ക്ക് കുറുകെ 2 മരങ്ങൾ കടപുഴകി വീണത്. ഇതുമൂലം 1 മണിക്കൂറിലേറെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ഗതാഗതവും താൽക്കാലികമായി കുമളിയിൽ നിന്ന് കമ്പംമെട്ടിലേക്ക് തിരിച്ചുവിട്ടു. തമിഴ്നാട് കേരള അതിർത്തിയെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ പശ്ചിമഘട്ട മലനിരകളിലെ ഊരിലേക്കുള്ള കുമളി മലചുരത്തിൽ വന കാളിയമ്മൻ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള വളവിലാണ് ദേശീയപാതയ്ക്ക് കുറുകെ 2 മരങ്ങൾ കടപുഴകി വീണത്. ഇതുമൂലം 1 മണിക്കൂറിലേറെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. ഇരുവശത്തും വാഹനങ്ങൾ നിരന്നു കിടക്കുന്നു. ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ഗതാഗതവും താൽക്കാലികമായി കുമളിയിൽ നിന്ന് കമ്പംമെട്ടിലേക്ക് തിരിച്ചുവിട്ടു. മരം മുറിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുമളി. ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ വെച്ച് ബോധവൽക്കരണ ശില്പശാല നടത്തി. തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ സാഹിൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ സോമൻ ഡി ക്ലാസ് നയിച്ചു. ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൊടുപുഴ സിന്നമോൺ കൗണ്ടി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ചും കെ-സ്വിഫ്റ്റ് പോർട്ടൽ ഉപയോഗം സംബന്ധിച്ചും ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. തൊടുപുഴ താലൂക്ക് അടിമാലി ബ്ലോക്ക് തലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ, സെക്ഷൻ ക്ലാർക്കുമാർ, വ്യവസായ വികസന ഓഫീസർമാർ, വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ
എന്റർപ്രണേഴ്സ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവുകൾ എന്നിവർ പങ്കെടുത്തു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും, ഞാൻ പെൻഷൻ മേടിക്കുന്നു, നിങ്ങളെല്ലാവരും ശമ്പളം മേടിക്കുന്നവരാണ്. നമുക്കൊക്കെ മാസം തോറും കൃത്യമായ ശമ്പളവും പെൻഷനുമൊക്കെ കിട്ടണമെന്ന കാര്യത്തിൽ നമുക്കൊരു വലിയ അവകാശബോധവും നിർബന്ധ ബുദ്ധിയും എല്ലാമുണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ നമുക്കാവശ്യമായിട്ടുള്ള ഈ വേതനവും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഒരുക്കി തരുന്നത് നമ്മുടെ നാട്ടിലെ നികുതിദായകരാണ് എന്ന കാര്യം ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും വിസ്മരിച്ചു പോകാറുണ്ട്. ഈ നികുതിദായകരെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരും കൊച്ചു കൊച്ചു വ്യവസായങ്ങൾ നടത്തുന്നവർ തുടങ്ങി വൻകിട വ്യവസായികളും അതുപോലെ തന്നെ കർഷകരും സാധാരണക്കാരും ഒക്കെയാണ്. അതിൽ നമുക്കും ചെറിയൊരു പങ്കുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് അവരൊക്കെ വർദ്ധിത വീര്യത്തോടെ കൃഷിയും വ്യവസായവും വാണിജ്യവും ഒക്കെ നടത്തിയാൽ മാത്രമാണ് നമ്മുടെ സംസ്ഥാനം നല്ല വരുമാനമുള്ള ഒരു സംസ്ഥാനമായി മാറുകയും അവരുടെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുകയും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ സാഹിൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കേരള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് എന്ന വിഷയത്തിൽ റിട്ടയർഡ് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ സോമൻ ഡി ക്ലാസുകൾ നയിച്ചു. തുടർന്ന് KSRDC എക്സിക്യൂട്ടീവ് സേതുലക്ഷ്മി സ്വിഫ്റ്റ് പോർട്ടലിനെ കുറിച്ച് ക്ലാസ് എടുത്തു. തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസർ ബാബുരാജ് KK സ്വാഗതവും വ്യവസായ വികസന ഓഫീസർ VS രാജേഷ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. AITUCയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള തെക്കൻ മേഖല പ്രക്ഷോഭയാത്രയ്ക്ക് വണ്ടിപ്പെരിയാറിൽ സമാപനമായി. എറണാകുളത്ത് നിന്നും ആരംഭിച്ച ജാഥ മൂന്നാർ, തൊടുപുഴ, നെടുങ്കണ്ടം എന്നിവിടങ്ങളിലെ പര്യടനങ്ങൾക്ക് ശേഷമാണ് വണ്ടിപ്പെരിയാറിൽ സമാപിച്ചത്. സമാപന സമ്മേളനം ജാഥ ക്യാപ്റ്റൻ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ തൊഴിലാളികളുടെ ശമ്പളം 700 രൂപ എന്നത് നടപ്പിലാക്കണമെന്ന് KP രാജേന്ദ്രൻ പറഞ്ഞു. തൊഴിൽ സംരക്ഷണത്തിന് പോരാട്ടത്തിലൂടെ മുൻപോട്ട് എന്ന മുദ്രാവാക്യമുയർത്തി തൊഴിൽ അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക, പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറക്കുവാൻ നടപടി സ്വീകരിക്കുക, തോട്ടം മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, പുതിയ പ്ലാന്റേഷൻ നയം ഉടനടി നടപ്പിലാക്കുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക, സാമൂഹിക സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുക, ESA ആനുകൂല്യങ്ങൾ തോട്ടം മേഖലയ്ക്ക് ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് AITUCയുടെ നേതൃത്വത്തിൽ 2 പ്രക്ഷോഭ ജാഥകൾ സംസ്ഥാനത്തുടനീളം പര്യടനം നടത്തുന്നത്. ഇതിൽ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് എന്നിവർ ജാഥ ക്യാപ്റ്റന്മാരായും CP മുരളി വൈസ് ക്യാപ്റ്റനായും അഡ്വക്കേറ്റ് R സജിലാൽ ഡയറക്ടറായുമുള്ള തെക്കൻ മേഖല പ്രക്ഷോഭ ജാഥ എറണാകുളത്ത് നിന്നും AITUC ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്ത് മൂന്നാർ, തൊടുപുഴ, നെടുങ്കണ്ടം എന്നിവിടങ്ങളിലെ പര്യടനങ്ങൾക്ക് ശേഷമാണ് വണ്ടിപ്പെരിയാറിൽ എത്തി സമാപിച്ചത്. പ്രക്ഷോഭജാഥയുടെ സമാപന സമ്മേളനത്തിൽ AITUC സംസ്ഥാന കൗൺസിൽ അംഗവും പീരുമേട് MLAയുമായ വാഴു സോമൻ അധ്യക്ഷനായിരുന്നു. HCL യൂണിയൻ AITUC ജനറൽ സെക്രട്ടറി M ആന്റണി സ്വാഗതം ആശംസിച്ചു. ജാഥ ക്യാപ്റ്റൻ KP രാജേന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ തൊഴിലാളികൾക്ക് 700 രൂപ ശമ്പളം എന്നത് നടപ്പിലാക്കണമെന്ന് KP രാജേന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആവർത്തിച്ച് കേരള ഗവൺമെന്റിന്റെ എല്ലാ കോൺഫറൻസും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ തോട്ടങ്ങൾ സർക്കാർ സംരക്ഷിക്കണം. തൊഴിലാളികളുടെ തൊഴിലും അവന്റെ കൂലിയും അവന്റെ സാമൂഹ്യ സുരക്ഷയും അവന്റെ കുടുംബത്തെയും ജീവിതത്തെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിച്ച വലിയ പാരമ്പര്യം നമുക്ക് കേരളത്തിലുണ്ട്. ഞാനിവിടെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. തൊഴിലാളികളെ സംബന്ധിക്കുന്ന 2 കാര്യം ഇന്ന് ഇടുക്കി ജില്ലയിലായതുകൊണ്ട് പ്രത്യേകിച്ച് AITUC സമരത്തിന്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഗതം ഞാൻ ആവർത്തിക്കുന്നില്ല. 700 രൂപ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പ്രഖ്യാപിച്ച കൂലിയാണ്. LDF പ്രഖ്യാപിച്ച കൂലി 700 രൂപ. നരേന്ദ്രമോദി നിയമം മൂലം കൊണ്ടുവന്ന കൂലി 186 രൂപ. 186 രൂപ തന്നാണ്.
ഇന്ത്യ ഗവൺമെന്റ് BJP സർക്കാരിന്റെ തീരുമാനം നീവാണ്. നിങ്ങളുടെ കൂലി 186 രൂപ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ള കൂലി 700 രൂപ. ആ 700 രൂപ ഞങ്ങൾ ഈ സമരത്തിലുള്ളതാണ്, ജാഥയിലുള്ളത് ആവശ്യപ്പെടുന്നത്. ഞാനിന്നലെ മൂവാറ്റുപുഴയിലെ സ്വീകരണത്തിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും തൊഴിലാളികളുടെ നിവേദനം തന്നു. ആ നിവേദനത്തിൽ പറയുന്നത് ഞങ്ങളുടെ കൂലി 675 രൂപയാണ്. 675 25 രൂപ കൂടി കിട്ടിയാൽ 700 ആവും. ഇപ്പൊ AITUC മുന്നോട്ട് വെച്ച ഡിമാൻഡ് അത് ഞാനൊന്ന് പറഞ്ഞു മാത്രമാണ്. AITUC ഞങ്ങളെല്ലാവരും AITUCയുടെ ദേശീയ കൗൺസിൽ യോഗത്തിനൊക്കെ പോയതാണ്. അവിടെ അംഗീകരിച്ചു. CITU, AITUC, INTUC എല്ലാവരും കൂടി നമ്മൾ ദേശീയ അടിസ്ഥാനത്തിൽ ആലോചിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി നമ്മുടെ യോജിച്ച ഐക്യ പ്രസ്ഥാനമാണ്. എഴുതി കൊടുത്തു. അമർജിത് കൗർ ഉൾപ്പെടെ നമ്മുടെ നേതാക്കൾ എഴുതി ഇന്ത്യ ഗവൺമെന്റിന് കൊടുത്തു. ആ കൂലി ഒരു ദിവസം കഷ്ടി 900 രൂപ, ഒരു മാസം 26,000 രൂപ, ഒരു മാസം 26,000. അപ്പോ ആ 26,000ത്തിലേക്ക് നമുക്ക് എത്തണം. ആ എത്തുന്നതിന്റെ ഭാഗമാണ് 700 രൂപയായി നമ്മുടെ തൊഴിലാളികളുടെ വേതനം നിശ്ചയിച്ചു. സംസ്ഥാന നേതാക്കൾക്കൊപ്പം പ്രാദേശിക നേതാക്കന്മാരായ ജോസ് ഫിലിപ്പ്, ES ബിജ്മോൾ, VK ബാബുക്കുട്ടി, R വിനോദ്, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പ്രസംഗിച്ചു. CPI AITUCയെ മുൻനിർത്തി സംസ്ഥാന സർക്കാരിനെതിരെയാണ് പ്രക്ഷോഭം നടത്തുന്നതെന്ന പ്രചാരണം തെറ്റാണെന്നും നേതാക്കൾ പറഞ്ഞു. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ KP രാജേന്ദ്രന് പ്രവർത്തകർ സ്വീകരണം നൽകി. നിരവധി പ്രവർത്തകർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വണ്ണപ്പുറം യൂണിറ്റ് പെൻഷൻ ഭവന്റെ ഉദ്ഘാടനം ഡിസംബർ 14 നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു ഉദ്ഘാടനം നിർവഹിക്കും. KSSPU സംസ്ഥാന ജനറൽ സെക്രട്ടറി R രഘുനാഥൻ നായർ ഓഫീസ് ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നിർവഹിക്കും. ചടങ്ങിൽ യൂണിറ്റ് രക്ഷാധികാരി KR പ്രഭാകരൻ നായരെ ആദരിക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വണ്ണപ്പുറം യൂണിറ്റിന്റെ ഏറെ നാളായുള്ള സ്വപ്നമായിരുന്നു സ്വന്തമായി ഒരു പെൻഷൻ ഭവൻ എന്നത്. പെൻഷൻ സുഹൃത്തുക്കളുടെ ചെറുതും വലുതുമായ സംഭാവനകളും സംഘടനാ ജില്ലാ ബ്ലോക്ക് കമ്മിറ്റികളുടെയും യൂണിറ്റുകളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങളും കൊണ്ടാണ് പെൻഷൻ ഭവൻ എന്ന പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വണ്ണപ്പുറം യൂണിറ്റ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ തുടക്കം 25 പേരെ വെച്ചിട്ട് ആണ് ഇവിടെ ഇത് തുടക്കം. ആദ്യത്തെ പ്രസിഡന്റ് TJ ജോൺ തോപ്പിൽ അവരുടായിരുന്നു. അദ്ദേഹത്തിന് ശേഷമാണ് പ്രഭാകരൻ നായർ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നത്. അതിനുശേഷം 22 വർഷക്കാലം ഞാൻ ഈ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇത് നീണാൾ വാഴട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അതുപോലെ ബ്ലോക്ക് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും എല്ലാ സാമ്പത്തികവും അല്ലാതെയായിട്ടുള്ള സഹകരണങ്ങൾ ഇന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പെൻഷൻ ഭവൻ എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുള്ളത്. പെൻഷൻ ഭവൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KT ബിനു അവർകളാണ്. പിന്നെ ഓഫീസ് ഉദ്ഘാടനവും അതുപോലെ മുഖ്യപ്രഭാഷണവും നടത്തുന്നത് KSSPU സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ R രഘുനാഥൻ നായർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വണ്ണപ്പുറം യൂണിറ്റിൻ്റെ ഒരു സ്വപ്നം സഫലമാവുകയാണ് ഈ പെൻഷൻ ഭവൻ കെട്ടിട ഉദ്ഘാടനത്തിലൂടെ. ഏറെ കാലമായി സ്വന്തമായിട്ടൊരു പെൻഷൻ ഭവൻ വേണം എന്നുള്ള തങ്ങളുടെ ആഗ്രഹമാണ് ഇവിടെ സഫലമാകാൻ പോകുന്നത്. 178 പെൻഷൻ അംഗങ്ങളാണ് ഈ വണ്ണപ്പുറത്തുള്ളത്. ആ 178 പേരുടെയും കൂട്ടായ്മയിലൂടെയാണ് ഈ കെട്ടിടം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. വണ്ണപ്പുറം യൂണിറ്റ് പെൻഷൻ ഭവന്റെ ഉദ്ഘാടനം ഡിസംബർ 14 നടത്തും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു ഉദ്ഘാടനം ചെയ്യും. KSSPU സംസ്ഥാന ജനറൽ സെക്രട്ടറി R രഘുനാഥൻ നായർ ഓഫീസ് ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തും. യൂണിറ്റ് പ്രസിഡന്റ് TK ശിവപ്രസാദ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ യൂണിറ്റ് രക്ഷാധികാരി KR പ്രഭാകരൻ നായരെ ആദരിക്കും. യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ MB ശശി, റെജി ബേബി, സെക്രട്ടറി TC ജോർജ്, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM ബിജു, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റിജി, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് ഉൾപ്പെടെ നിരവധി വ്യക്തികൾ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ക്ഷീരവികസന വകുപ്പ് ഇടുക്കി ജില്ലാ പാൽഗുണ നിയന്ത്രണ വിഭാഗത്തിന്റെയും കോലാനി ക്ഷീരസംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
ബോധവൽക്കരണ പരിപാടി നടത്തി. ചടങ്ങിൽ ക്ഷീരസ്വാതന്ത്ര്യം ഇൻഷുറൻസ് ക്യാമ്പയിനും നടന്നു. നഗരസഭാ കൗൺസിലർ കവിത വേണു ഉദ്ഘാടനം നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് KJ മാത്യു കാലാപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ക്ഷീരവികസന വകുപ്പ് ഇടുക്കി ജില്ലാ പാൽഗുണ നിയന്ത്രണ വിഭാഗത്തിന്റെയും കോലാനി ക്ഷീരസംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പശുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ചടങ്ങിൽ ക്ഷീരവികസന വകുപ്പും ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡും സംയുക്തമായി നടപ്പിലാക്കുന്ന ക്ഷീരസാന്ത്വനം ഇൻഷുറൻസ് ക്യാമ്പയിനും നടന്നു. കോലാനി KVMS ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ കൗൺസിലർ കവിത വേണു ഉദ്ഘാടനം ചെയ്തു. ക്ഷീരകർഷകരുടെ എണ്ണം കൂട്ടുന്നതിനും ഇപ്പം ഉള്ളവരുടെ എണ്ണം കുറയാതിരിക്കുന്നതിനും വേണ്ടിയും ഉള്ള പദ്ധതികളാണ്. അതെല്ലാം നിങ്ങൾ സ്വീകരിച്ച് ഈ നമ്മുടെ ക്ഷീരകർഷക നല്ല കർഷകരായിട്ട് എല്ലാവരും ഈ പദ്ധതികളുടെ ഭാഗമായി വളരെ ഒത്തിരി പാലൊക്കെ കൊടുത്ത് സൊസൈറ്റിക്ക് ലാഭമുണ്ടാക്കുന്നതിനും അതുപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുന്നതിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. സംഘം പ്രസിഡന്റ് KJ മാത്യു കാലാപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ചു. കർഷകർക്ക് പാൽ വിലയ്ക്ക് പുറമെ 7 രൂപ അധിക വില നൽകുന്നതിന്റെ വിതരണ ചടങ്ങ് മിൽമ എറണാകുളം മേഖലാ യൂണിയൻ P&L ഹെഡ് ശ്രീവിദ്യ ജി നിർവഹിച്ചു. ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം ക്ഷീരവികസന വകുപ്പ് ഇടുക്കി ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ അഞ്ജു കുര്യൻ നിർവഹിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ധനസഹായം വിതരണ ചടങ്ങ് തൊടുപുഴ ക്ഷീരവികസന ഓഫീസർ ജാസ്മിൻ CA നിർവഹിച്ചു. സബ്സിഡി വിതരണവും ചടങ്ങിൽ നടന്നു. സംഘം ഭരണസമിതി അംഗം TG സുകുമാരൻ, സംഘം സെക്രട്ടറി ബിപിൻ രാജ്, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ നിഷാന്ത് പ്രഭ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആങ്കിമോൾ ആന്റണി, ക്വാളിറ്റി കൺട്രോൾ ലാബ് ടെക്നീഷ്യൻ നെൽസൺ K തോമസ്, മിൽമ സൂപ്പർവൈസർ മാത്യു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ബോധവൽക്കരണ ക്ലാസും നടന്നു. കർഷകർക്ക് ഒരു കൈത്താങ്ങായിട്ടുള്ളതാണ് ക്ഷീരസ്വാതന്ത്ര്യ ഇൻഷുറൻസ്. ക്ഷീരസാധന ഇൻഷുറൻസ് ക്ഷീരകർഷക ക്ഷേമനിധിയിൽ അംഗങ്ങളായ ഉള്ളവർക്ക് സബ്സിഡിയോട് കൂടി നടപ്പിലാക്കുന്നതാണ്. ഇതിന് വിവിധ ഭാഗങ്ങളായിട്ടാണ് ഇതിനുള്ളത്. ഒന്നാമത്തെ ഇൻഷുറൻസ് പദ്ധതിയിൽ ആരോഗ്യ സുരക്ഷാ പോളിസി 80 വയസ്സ് വരെയുള്ള ക്ഷീരകർഷകരുടെ അല്ലെങ്കിൽ ക്ഷീരസംഘ ജീവനക്കാരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വരെ കവറേജ് ലഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷം അത് 1 ലക്ഷമായിരുന്നു. ഈ പ്രാവശ്യം 2 ലക്ഷം രൂപ വരെയാണ് കവറേജ് കിട്ടുന്നത്. നിലവിലുള്ള അസുഖങ്ങൾക്ക് 50,000 രൂപയാണ്. നിലവിൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് പിന്നെ തുടർ ചികിത്സയായിട്ട് നമുക്ക് ആശുപത്രിവാസം ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് 50,000 രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. TKV ജന്മശതാബ്ദി ആഘോഷവും അനുസ്മരണ സമ്മേളനവും നടത്തി. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാംപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. എബിൻ ജോസ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ ബാങ്ക് ദേശസാൽക്കരണം ആശയം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച കേരളത്തിലെ ബാങ്കിംഗ് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച കേരള ഘടകത്തിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായിരുന്ന TK വേലായുധൻ നായരുടെ ജന്മശതാബ്ദി അനുസ്മരണ സമ്മേളനം നടത്തി. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാംപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് മുഖ്യപ്രഭാഷണവും നടത്തി. 1957 നമ്മുടെ കേരളത്തിലെ ബാങ്കുകളിലുള്ള ജീവനക്കാരുടെ സേവന വ്യവസ്ഥകളുമായി ഉള്ള വിഷയങ്ങളും അതുപോലെ തന്നെ അമാൽഗമേഷൻ ഓഫ് ദ ബാങ്ക്സിന്റെ കാര്യത്തെക്കുറിച്ച് പ്രഭാകർ പാർലമെന്റിൽ പറയുന്ന സമയത്ത് പ്രഭാകർ പറയുന്ന ഒരു വാചകമുണ്ട്. There are more number of banks in Kerala than barber shops in Kerala എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ഉള്ള ബാർബർ ഷോപ്സിനെക്കാളും കൂടുതലായിട്ട് കേരളത്തിലെ ബാങ്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയാണ്. അപ്പോൾ അത്രയും ആളുകളെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതെല്ലാം സഖാവ് TKV ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ നമ്മൾ വേണമെങ്കിൽ വണ്ടി പിടിച്ച് വരാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അന്ന് സംഘടനയ്ക്ക് പൈസയൊന്നുമില്ല. എന്താ വെച്ചാൽ ഇന്നിപ്പോൾ യൂണിയൻ്റെ സബ്സ്ക്രിപ്ഷൻ പറയുന്നത് ബാങ്ക് പോയി പിരിച്ചു തരാമെന്നുള്ളത്. ഇത് ബാങ്കാണോ പിരിച്ചു തരുന്നത്? യൂണിയന് ഒരു ബുദ്ധിമുട്ടുമില്ല. മാസമായാൽ നമ്മുടെ ശമ്പളം വരും. ശമ്പളത്തിൽ നിന്നുള്ള യൂണിയൻ സബ്സ്ക്രിപ്ഷൻ കൃത്യമായി മെമ്പേഴ്സിൻ്റെ നിന്ന് ഡെബിറ്റ് ചെയ്ത് യൂണിയൻ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരും. ഒരു പ്രശ്നവുമില്ല. മുൻ SBT എംപ്ലോയീസ് യൂണിയൻ സോണൽ സെക്രട്ടറി ഹരിദാസ്, AKBRF ഇടുക്കി ജില്ലാ സെക്രട്ടറി സെൽവിൻ ജോൺ, വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് PK ജബ്ബാർ എന്നിവർ TKVയെ അനുസ്മരിച്ച് സംസാരിച്ചു. നേതാക്കളായ ജോജോ പോൾ, AB കൃഷ്ണഹരി, നോബിൻ ജോർജ്, ധനുഷ ദാമോദരൻ, രഞ്ജിത KK, ജെസിൽ J വേളച്ചേരിൽ, അനീഷ് ജെയിൻ എന്നിവർ നേതൃത്വം നൽകി. AABEA ഇടുക്കി ജില്ലാ ചെയർമാൻ എബിൻ ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി നഹാസ് P സലീം സ്വാഗതം ആശംസിക്കുകയും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ET രാജൻ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭയുടെയും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ കേരളോത്സവം 2024 ഡിസംബർ 21, 22, 23 തീയതികളിൽ തൊടുപുഴ വെങ്ങല്ലൂർ സോക്കർ സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ക്രിസ്മസിനെ വരവേൽക്കാൻ ഭീമൻ സ്റ്റാർ ഒരുക്കി മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. കോളേജിലെ 3000 വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മുഴുവൻ ജീവനക്കാരുടെയും ഫോട്ടോ പതിപ്പിച്ചതിലൂടെയാണ് സ്റ്റാർ ശ്രദ്ധേയമാകുന്നത്. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട AN ദിലീപ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ വെച്ച് ബോധവൽക്കരണ ശില്പശാല നടത്തി. തൊടുപുഴ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.